ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ആഴ്ചയായിട്ട് നല്ലൊരു ഫുഡ് ഫെസ്റ്റ് കാണാൻ വീണ്ടും എടുത്തിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബീട്രൂട്ട് കൊണ്ടുള്ള ഇലയുടെ ഉണ്ടായിരുന്നു, നമ്മളെ മോമോസിൻ്റെ വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു, ബൺ മസ്ക ഉണ്ടായിരുന്നു, റവ ലഡു ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കേസരിയിൽ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുന്നത് അവർ വിറ്റ് കിട്ടുന്ന പൈസയിൽ ഒരു പാതി കാശ് അവർ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കണം, സ്കൂളുകാർക്ക് കൊടുക്കണം കേട്ടോ. ഉന്നക്കായിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു, കപ്പയും മുളകും, കപ്പ വേറൊരു രീതിയിലിട്ടത്, നമ്മൾ ഉന്നക്കായ ഉപ്പിലിട്ടത്, ഒരപ്പം, അതിൻ്റെയൊക്കെ വില അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബ്രൗണി, നമ്മളെ വാഴയ്ക്കപ്പം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സമൂസയിൽ തന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പപ്പായൊക്കെ വിൽക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ പക്കോട ഉണ്ടായിരുന്നു. ബൺ മസ്ക ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ട്രൈ ആക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മളെ മറ്റേ ബർണ പുട്ട്, പിന്നെ നമ്മളെ ബേക്കേഴ്സ് ഒരുപാട് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, അങ്ങനെ കേക്കുകളൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചിൽ വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു. നമ്മളെ മുട്ട ബജിയില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ ഉള്ളിവട, അങ്ങനെ ഒരുപാട് മുട്ടയിൽ തന്നെ വേറെ കാടമുട്ട ഫ്രൈ പോലെ, പിന്നെ ബീഫും പഴംപൊരി, അങ്ങനെ. പിന്നെ കേക്കിൽ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കേസരി ഞാൻ പറഞ്ഞില്ലേ, ഒരുപാടടുത്ത് ഞാൻ കണ്ടു, വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ, ഇത് വിറ്റ് പോണ കാശ് കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ. പിന്നെ ബോംബെ എന്തോ ഞാൻ ഇപ്പോൾ വായിക്കാം കേട്ടോ, ബോംബെ ടോസ്റ്റ്, അത് അവൻ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു. പിന്നെ പാനിപൂരി തന്നെ വെറൈറ്റി ഫ്ലേവറിൽ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ കഴിക്കാനും വാങ്ങിക്കാനല്ലോ. പിന്നെ വെട്ട് കേക്ക്, അതിൽ പോലെ സർബത്തിൽ, പിന്നെ പായസത്തിലും വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് എന്തായാലും ബൺ മസ്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ അവരും അതേപോലെ ഒരു ഇറാനി ചായ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നേ, അത് രണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇന്ന് എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ്, പിള്ളേരും അതേപോലെ ഹാപ്പിയാണ്, അമ്മമാരുമായിട്ട് വന്ന് നിന്നാണ് കേട്ടോ ഇവർ വിറ്റ് ഇങ്ങനെ ഇതാക്കുന്നത്. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബേബി, സീ യു.